അപ്പോൾ എല്ലാ മച്ചന്മാർക്കും ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഇന്നത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവണം. നടു, നച്ചക്ക, കറോപ്പ്, ഏരി, പിന്നെ വറ്റ, പിന്നെ അയില പോലത്തെ. പക്ഷേ ഇതിൻ്റെ വാശി തീർക്കാൻ ഞങ്ങൾ വീണ്ടും മല്ലു ഫിഷറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായിട്ടുള്ള സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് ചെല്ലാനം കടപ്പുറത്തേക്ക് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പോയിട്ട് മീനൊന്നും കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ വാശി തീർക്കാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരും ചെറുതോട് കൂടിയിട്ടാണ് പോകുന്നത്. എന്തായാലും പറഞ്ഞാലും കഴിഞ്ഞ പ്രാവശ്യത്തെ കലിപ്പ് നമുക്ക് ഇന്ന് തീർക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യവും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അവിടെ തന്നെ കാണാം. ഇത്തവണ നമ്മുടെ വീഡിയോ ഒരു ഫിഷിംഗ് കം ട്രാവൽ വ്ളോഗായിട്ട് നിങ്ങൾ കണ്ടാൽ മതിയിട്ടാണ്. പിന്നെ 2 സർപ്രൈസുകളുണ്ട്. അത് നിങ്ങൾ വെയിറ്റ് ചെയ്തതാണ്. നമ്മുടെ എറണാകുളം തോപ്പുംപടി റൂട്ട് എത്ര മനോഹരമാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അവിടെ. പിന്നെ ഇടതുവശത്ത് കാണുകയാണെങ്കിൽ ഒരു മനോഹരമായിട്ടുള്ള ഒരു പാർക്കാണ്. ഒരുപാട് പേര് വൈകുന്നേരങ്ങളിൽ ഇവിടെ കാറ്റ് കൊള്ളാനൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വലത് സൈഡിലാണെങ്കിൽ കപ്പലിനൊക്കെ ഇന്ധനം നിറയ്ക്കുന്ന വലിയൊരു ഇന്ധന ടാങ്കാണ് ആണെന്നാണ് എൻ്റെ മനസ്സിലിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് തോപ്പുംപടി പഴയ പാലത്തിൽ കൂടിയാണ്. പണ്ട് ഇതിലെ കപ്പൽ വരുമ്പോൾ പൊങ്ങി കൊടുക്കുമായിരുന്നു ഈ പാലം. അത്ര പഴക്കം ചെന്നൊരു പാലമാണ്. ഇത് ബ്രിട്ടീഷുകാർ പണിത് വെച്ചിട്ടുള്ളൊരു പാലം കൂടിയാണ് കേട്ടോ. ഇപ്പോൾ ഇത് ടാറൊക്കെ ചെയ്ത് അതിന് മുകളിൽ ടാറൊക്കെ ചെയ്ത് മൊത്തം ലെവലാക്കി കളഞ്ഞു. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വ്യൂ ആണ് ഈ പാലത്തിൽ നിന്ന്. എറണാകുളം ജില്ലയിൽ നമ്മൾ കാണേണ്ട മറ്റൊരു അത്ഭുതമാണ് മട്ടാഞ്ചേരി പാലം. ഈ പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പൽ വരുമ്പോൾ പൊങ്ങിക്കൊടുത്തുകൊണ്ടിരുന്നൊരു പാലമാണ്. വളരെ മനോഹരമാണ് ഇവിടുത്തെ വിഷ്വൽ. ഈ പാലത്തിൻ്റെ താഴെയായിട്ട് ഒരുപാട് ബോട്ടുകൾ നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൊച്ചി ഷിപ്പ്യാർഡ് ഇവിടെ നിന്ന് കാണാൻ പറ്റും. മുതലാളി ജങ്ക് ചെയ്തതാണ്. ബാക്കി കാണുന്നതാണ് തോപ്പുംപടിയിലെ പൊങ്ങുന്ന ബ്രിഡ്ജിൻ്റെ സെറ്റപ്പ്. അപ്പം നമുക്ക് ചാളയും കിട്ടി, അതുപോലെ തന്നെ കൊഴുവയും കിട്ടി. ഇനി നമുക്ക് കുറച്ച് ചെമ്മീൻ വേണം. അപ്പോൾ ചെമ്മീൻ കിട്ടാനായിട്ട് നമ്മൾ ഇവിടെയൊക്കെ ആൾക്കാർ വലയൊക്കെ വീശുന്ന സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ വന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലെ തന്നെ തട്ടയിലൊന്നും ചെമ്മീനില്ല. അപ്പോൾ നമ്മൾ നോക്കുവാണ് എവിടെയെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന്. അപ്പോൾ നമ്മൾ ചെമ്മീൻ മേടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തൊരു മാർക്കോസ് എന്ന് പറഞ്ഞ വേണ്ട വീട്ടിലുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ എല്ലാം ചെമ്മീൻ കെട്ടുന്ന കാര്യങ്ങളുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി കടലിൽ ചെന്നു. അപ്പം ഇതാണ് ചെല്ലാനത്തെ പ്രശസ്തമായിട്ടുള്ള കപ്പൽ വഴി. ആൾക്കാർ ചൂണ്ടിയിട്ടൊക്കെ കഴിഞ്ഞു പോകാണ്ട്. ഇത് ഞങ്ങളുടെ കപ്പലിൽ അപ്പോൾ നമ്മൾ പൂർവാധിക ശക്തിയോടെ നമ്മൾ വീണ്ടും ചെല്ലാനം കടപ്പുറത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമുക്കൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. ഇപ്രാവശ്യം നമ്മൾ ചെമ്മീൻ, അതുപോലെ തന്നെ ചാള, ഇതെല്ലാം മേടിച്ചു. ഈ ചെല്ലാനം ഹാർബറിൽ ബോട്ടൊക്കെ നിർത്തിയിട്ടേക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. എത്ര മനോഹരമായിട്ടുള്ള വിഷ്വൽ എന്ന് പറയാം. നമ്മുടെ പയ്യൻസ് ആവേശം കൊണ്ട് മുന്നേ തന്നെ നീങ്ങിയിട്ടുണ്ട്. എന്നത്തെ പോലെ തന്നെ ഞാൻ എൻ്റെ സ്ലിംഗ് ഷോട്ട് എടുത്ത് പണി വേണം. പക്ഷേ ഈ കടലിലടിക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. പുഴയിലടിക്കുന്ന പോലെ അല്ല കേട്ടോ. കടലിൽ എപ്പോഴും നല്ല ഓളം വെട്ടും കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമ്മുടെ ജെർസി ചൂണ്ടയിടൽ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. ജെർസി എങ്ങനെയുണ്ട്? നല്ല വെയിലല്ലേ? അവൻ തോർത്തൊക്കെ കെട്ടി തപ്പിട്ട് പൊടിയായിട്ട് ഇരിക്കണേ.
ഞാൻ പകുതി സെറ്റാക്കിയത് പകുതി മേടിച്ചതും. റീല് ഇത് റീലിങ്ങനെ മേടിക്കാൻ കിട്ടും. റീല് മേടിക്കാൻ കിട്ടും. ഇത് നമ്മൾ സെറ്റാക്കിയില്ല. ഇത് നമ്മൾ ഉണ്ടാക്കിയത് എവിടെ സ്ഥലം? മോറ്റുഴ. ആ എവിടെ സ്ഥലം? ഇതിനാ. ഓക്കെ അടിച്ചണ്ട് അടിപൊളി. ഏരിയല്ലേ ഏരി അതോ പിടിച്ചോ. അടിപൊളി ഒരു ഏരിയ അടിച്ചിട്ടുണ്ട്. ചേട്ടൻ്റെ പേരെങ്ങനെയാ? സജീവ്. വീട് ഐപ്പിന. ഓക്കെ അടിപൊളി ഒരു ഏരി ആണോ? അത് കാണിച്ച്. ഇവർക്ക് കിട്ടിയ മീനുകളാണ് കേട്ടോ. വേണ്ട കൈയിട്ടുണ്ട് അടിപൊളിയാണ്. അപ്പോൾ എല്ലാ മച്ചന്മാർക്കും ഞാൻ അവിടെ പരിചയപ്പെടുത്തണം. ഇന്നത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവണം. ഇതാണ് ടീംസ്. ഇത് നമ്മുടെ സ്വന്തം ദീപ മച്ചൻ കമൻട്രി മാൻ. അപ്പോൾ നമ്മളെ ചിത്രണ്ണൻ്റെ ചാനലും കൂടെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ദീപ മച്ചനൊക്കെ കിട്ടിയ മീനാണ്. എന്തൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ചേട്ടാ? നഡു, നച്ചക്ക, കറോപ്പ്, ഏരി, പിന്നെ വറ്റ, പിന്നെ അയില പോലത്തെ ഒരു 2 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്കുള്ള ജിങ്കാലാല വന്നേ വിട്ടാതെ പോയി. ഡോൾഫിൻ പറഞ്ഞ കണ്ടായിരുന്നോ? കയറി കയറുണ്ട് ഇവിടുത്തെ പോകുന്നുണ്ട്. സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ കാണാം. കഴിഞ്ഞ പ്രാവശ്യം കണ്ടേ. അതുപോലെ തന്നെ നിങ്ങൾ ദീപു മച്ചാൻ്റെ ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഡോൾഫിൻ പറഞ്ഞ സീൻ കണ്ടേ? ഇവിടെ എവിടെയോ ഉണ്ട് കേട്ടോ, കറങ്ങി നടക്കുന്നുണ്ട് അവന്മാർ. രണ്ടെണ്ണം കേട്ടോ. രണ്ടെണ്ണം കേട്ടോ ഡോൾഫിൻ. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ ഡോൾഫിൻ ഡൈവ് ചെയ്യാനായിട്ട് ക്ലോസ് ഷോട്ട് കണ്ടല്ലോ, അടിപൊളി. കുറച്ച് മച്ചന്മാർ അപ്പുറം ഇരുന്ന് തകൃതിയായിട്ട് ചൂണ്ടിടുന്നുണ്ട്. അക്കരെ പോലെ തന്നെ ഇവിടെ ആരും വിട്ടു കൊടുക്കുന്നില്ല. ഇവിടെ തകൃതിയായിട്ട് ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട്. ഇവിടെ അഖിലേട്ടനും ടീംസ് അടിപൊളി ഒരു മീനെ വലിച്ചെടുത്തിട്ടുണ്ട്. പേര് പറഞ്ഞേ. നല്ല വലിയായിരുന്നല്ലേ? ചെറുത് മതി വാലിൻ്റെ.
അപ്പോൾ ഇന്നത്തെ ഫിഷിംഗ് ഇവിടെ കൊണ്ട് നിർത്തുവാണ്. വേറെ ഒന്നുമല്ല, നല്ലപോലെ മഴ തുടങ്ങിയിട്ടുണ്ട്, പിന്നെ നല്ലപോലെ ഇടി. അതുകൊണ്ട് ഞങ്ങളിവിടെ നിർത്തുവാണ്. പിന്നെ ഞങ്ങൾക്കൊന്നും മീനുകളൊന്നും കിട്ടിയില്ല. പക്ഷേ ഇതിൻ്റെ വാശി തീർക്കാൻ വേണ്ടി ഞങ്ങൾ അടുത്ത പ്രാവശ്യം വീണ്ടും വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത പ്രാവശ്യം വീണ്ടും കാണാം. ബൈ.